السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏവർക്കും ഒരായിരം ഈദുൽ ഫിത്തർ ആശംസകൾ കൈമാറുന്നതോടൊപ്പം സർവലോക സിട്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിം ലോകം ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. നീണ്ട ഒരു മാസക്കാലം നാം ചെയ്ത കർമ്മങ്ങൾ, നാം നോറ്റ നോമ്പുകൾ, നമ്മുടെ ആരാധനകൾ റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ടാണ് നമ്മൾ തക്ബീർ ചൊല്ലുന്നത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളെ ഹിദായത്തിന്റെ മാർഗത്തിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ തക്ബീറിന്റെ ധ്വനികൾ മുഴക്കണം. തക്ബീർ ആവർത്തിക്കപ്പെടുന്ന തക്ബീറിന്റെ ധ്വനികളാണ് ഈദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ധ്വനിയല്ല, ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ ലോകത്തിന്റെ സർവ്വലോക സിട്ടാവായ ദൈവമാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ. ആ ദൈവമല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അല്ലാഹു അക്ബർ. ദൈവമാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എല്ലാവിധ അനുഗ്രഹത്തിനും അർഹതയുള്ളത് ഏകനായ അജയ്യനായ അതുല്യനായ ഊണില്ലാത്ത ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ഒടുക്കമില്ലാത്ത സിട്ടാവിനാണ്. പടച്ച തമ്പുരാനോട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും നിർഗളിക്കുന്ന തക്ബീർ ധ്വനികളും ശുക്റുകളും സഹോദരങ്ങളെ നമ്മിലുണ്ടാകണം. ഇസ്ലാം ജാതി മത വർണ്ണവർഗങ്ങൾക്ക് അതീതമായി മനുഷ്യരെ മുഴുവൻ ഏകോദര സഹോദരങ്ങളായി സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മൾ മനസ്സിലാക്കണം. വർഗീയ കലാഹങ്ങളും അതുപോലെ തന്നെ സംഘടനകളും ഏറ്റുമുട്ടലുകളും പ്രഖ്യാപിക്കുന്ന, അതിന് പ്രചോദനമേകുന്ന ഒരു മതമല്ല വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക.
യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു. അല്ലയോ ജനങ്ങളെ, ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സനും അതുപോലെ തന്നെ മറ്റുള്ള മതവിഭാഗക്കാരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഈ മാനവ കുലത്തെ ആകമാനം നാം സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പല ജാതികളും സമൂഹങ്ങളും ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി മാറ്റിയിട്ടുള്ളത്. ഇന്നല്ലാഹ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയവൻ ദൈവത്തെ പേടിച്ച് ഏകനായ ദൈവത്തെ കർത്താവിനെ പേടിക്കുന്ന ആളുകൾ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ആഘോഷവേളയിലും നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മുഴുവൻ പട്ടിണി പാവങ്ങളെയും പരിഗണിച്ചതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഈദ്ഗായിൽ സമ്മേളിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഇസ്ലാമിലെ ആഘോഷങ്ങൾക്കുണ്ട്. തുറമത്തലിൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണവും തൂറത്തലിൽ മസാക്കീൻ, അതുപോലെ തന്നെ നമ്മുടെ നോമ്പിൽ വന്നു പോയിട്ടുള്ള അപാകതകൾക്ക് പരിഹാരമായി കൊണ്ടാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്ത് നമ്മുടെ നോമ്പിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈദുൽ ഫിത്ർ കൊണ്ട് അള്ളാഹു പരിഹരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മത സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ മുസൽമാനല്ല എന്നാണ് വിശുദ്ധ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ജാതി മത വർണ്ണ വർഗങ്ങൾക്ക് അതീതമായി ഈദിന്റെ സന്ദേശങ്ങൾ കൈമാറണം. നമ്മൾ തഖബ്ബലല്ലാഹു മിന്ന തഖബ്ബലല്ലാഹു മിന്ന വമിൻകും എന്ന ഹൃദ്യമായ വചനങ്ങൾ കൊണ്ട് പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് എല്ലാവരോടും നമ്മൾ ഈദിന്റെ സന്ദേശങ്ങൾ കൈമാറുക. അന്യമത വിഭാഗക്കാരെ നമ്മുടെ ആഘോഷങ്ങൾ ഉൾപ്പെടുത്തുക. അയൽവാർക്കാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും സഹപ്രവർത്തകരെയും എല്ലാ മനുഷ്യരെയും നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ബന്ധങ്ങൾ ചേർക്കാൻ, സൗഹാർദ്ദങ്ങൾ നിലനിർത്താൻ ഈ ദിനം ഉപയോഗപ്പെടുത്തുക. മുറിഞ്ഞ കണ്ണികളും അകന്ന ബന്ധങ്ങളും നന്നാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടില്ല. ബന്ധങ്ങൾ മുറിഞ്ഞു പോയാൽ, അതുപോലെ തന്നെ പിണങ്ങി നടന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്ത ഒരു ആരാധന കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് തിരിച്ച് പകരത്തിന് പകരമായി തിരിച്ചു കാണിക്കുന്ന ബന്ധമല്ല യഥാർത്ഥ ബന്ധമെന്നും, ഇങ്ങോട്ട് ബന്ധമില്ലാത്ത, ഇങ്ങോട്ട് വിടാത്ത, ഇങ്ങോട്ട് സഹകരിക്കാത്ത ആളുകളോട് തിരിച്ച് അങ്ങോട്ട് ബന്ധം പുലർത്തുന്നവനാണ് യഥാർത്ഥ ബന്ധം പുലർത്തുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ദൈവിക പ്രീതി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പടച്ച തമ്പുരാന്റെ പ്രീതിയും തൃപ്തിയും കിട്ടണമെങ്കിൽ ജന്മം നൽകിയ മാതാപിതാക്കളുടെ തൃപ്തി കേടാതെ, സംതൃപ്തി നേടാതെ സ്വർഗമോ പടച്ച തമ്പുരാന്റെ തൃപ്തിയോ നമുക്ക് കിട്ടില്ല എന്ന് വളർന്നു വരുന്ന ഓരോ മക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല വാക്കുകൾ, മാന്യമായ സംസാരങ്ങൾ മാത്രമേ മാതാപിതാക്കളോട് നൽകാൻ പാടുള്ളൂ എന്ന് കണിശമായി ഖുർആൻ പറഞ്ഞു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിനോട് ചേർത്തി പറഞ്ഞത്, ജന്മം നൽകി വളർത്തിയുണ്ടാക്കി നിങ്ങളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു.
വലാ തൻഹറുഹുമ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായ ഏറ്റവും ആദരിക്കപ്പെടുന്ന വാക്കുകൾ മാത്രം പറയണം. വലാ തഖുല്ലഹുമ ഉഫ്ഫിൻ, ഛ എന്ന വാക്ക് പോലും സ്വന്തം മാതാപിതാക്കളോട് പറയാൻ പാടില്ല. വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, ഞങ്ങളാക്കി ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കരുണ ചെയ്യണേ എന്ന് ഓരോ മക്കളും തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമ്പത്തും സന്താനവും അള്ളാഹുവിന്റെ മഹത്തായ പരീക്ഷണമാണ്. ഇന്ന് മക്കളില്ലാത്തതിന്റെ സങ്കടത്തെക്കാളും അധികമായി ഒരു മാതാവിനും പിതാവിനും അനുസരണമില്ലാത്ത, ആദരവില്ലാത്ത, അതുപോലെ തന്നെ ഗുരുത്വമില്ലാത്ത സന്താനങ്ങൾ വളർന്നു വരുന്നു എന്നതാണ് ഈ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രയാസം. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും തന്റെ കുട്ടികളെ പറ്റി തൃപ്തരാണോ? നിങ്ങൾ ചോദിക്ക് കുട്ടികളെ, നിങ്ങൾ ചോദിക്ക് ഉമ്മയുടെ കാലിനടിയിലുള്ള സ്വർഗത്തിന്റെ നടുവിലുള്ള വാതിൽ ഉപ്പയാണെങ്കിൽ അതിലേക്കുള്ള കാലടി ഉമ്മയാണ് എന്ന് വളർന്നു വരുന്ന ജനറേഷൻ മനസ്സിലാക്കണം. ഉള്ളു തുറന്ന് വിശ്വാസികൾക്ക് സന്തോഷിക്കാനുള്ള ദിനമാണ് പെരുന്നാള്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷങ്ങളേ ഉള്ളൂ, ഈദുൽ ഫിത്തറും ഈദുൽ അദഹയും. അതിനപ്പുറമുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിന് പരിചിതമില്ല, ഇസ്ലാമിന്റെ പട്ടികയിൽ ചേർത്താനും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷമാണ് ഈദുൽ ഫിത്തർ. ഇസ്ലാമിന്റെ അതിർവരമ്പുകളും സംസ്കാരങ്ങളും നിയമങ്ങളും നിബന്ധനകളും അതിന്റെ വിശുദ്ധിയും കളയാതെ നമ്മൾ ഈദ് കൊണ്ടാടണം. 1 മാസക്കാലം തൊപ്പിയും ഇന്ന് കുപ്പിയും ആകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ മാറാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ അപരാധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, നീയുമായി സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ഒരു അമുസ്ലിം സഹോദരനെ വധിക്കലാണ് ഏറ്റവും വലിയ പാതകമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈദ് കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ മർദ്ദിത, പീഡിത, ദുർബലരുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. 75 വർഷത്തിലധികമായി പിറന്ന ജന്മനാടിനു വേണ്ടി പോരാടുന്ന ഫലസ്തീനികൾ സഹിക്കുന്ന പ്രയാസങ്ങൾ, ഗസയിലെ 35,000 ആളുകൾ മരണപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ പ്രയാസങ്ങളും ദുരിതങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഗസയുമായി, ഫലസ്തീനുമായി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർക്കുള്ള പ്രയാസങ്ങൾക്ക് പകരമായി പടച്ച തമ്പുരാൻ അവർക്ക് പുണ്യം നൽകട്ടെ, ഷഹീദിന്റെ കൂലി നൽകട്ടെ, അവരുടെ പ്രയാസങ്ങൾക്ക് പകരമായി സ്വർഗം നൽകട്ടെ എന്ന് സഹോദരങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഖുദ്സിന്റെ വിമോചനം, മൂന്നാമത്തെ പള്ളിയായ 1 മസ്ജിദുൽ ഹറാമും 2 മസ്ജിദുൽ നബവിയും, മൂന്നാമതായി പഠിപ്പിച്ച മസ്ജിദുൽ അഖ്സയുടെ വിമോചനം സാധ്യമാകട്ടെ. മുസ്ലിങ്ങൾക്ക് മാന്യമായി ആരാധന കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അതിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുകയും മാന്യമായി സമാധാനത്തോടുകൂടി ആരാധന ചെയ്യാനുള്ള സാഹചര്യം അല്ലാഹു സൃഷ്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അയൽപക്ക ബന്ധവും കുടുംബ ബന്ധവും ഗുരുശിക്ഷ ബന്ധവും സൗഹൃദ ബന്ധവും ആദർശ ബന്ധവും അന്യമത വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നിലനിർത്താൻ, കൃത്യമായി സ്ഥാപിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആവർത്തിക്കപ്പെടുന്ന തക്ബീറാണ്
ഈദിന്റെ സന്ദേശവും പ്രത്യേകതയും എല്ലാവരും ഒന്ന് ആവർത്തിച്ച് ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലോകത്തിന് മാതൃകയായ ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക നിയമങ്ങൾ ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. ഏത് മതം സ്വീകരിക്കുവാനും, ഏത് വേഷം സ്വീകരിക്കുവാനും, ഏത് ആദർശം സ്വീകരിക്കുവാനും, താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ പ്രചാരണം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്ന മൗലിക അവകാശമാണ്. അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ആരും മുതിരരുത്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ എല്ലാവരും തന്റെ മനസ്സിന്റെ സമ്മതിദാനാവകാശം ആർക്കാണോ അവർ നിങ്ങൾ വിനിയോഗിക്കണം. ഒരിക്കലും വെള്ളിയാഴ്ചയായാൽ പോലും നമ്മൾ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കരുത്. യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മുടെ സന്ദർശനങ്ങളും ടൂറുകളും ഈ മതേതരത്വ ഇന്ത്യയിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള ഇലക്ഷനിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. മുഴുവൻ ആളുകളും തന്റെ മനസാക്ഷിയോട് ചോദിക്കുക, നമുക്കിവിടെ ജീവിക്കണം, പിറന്ന നാട്ടിൽ ജീവിക്കണം. എൻആർഇയും അതുപോലെ തന്നെ NPR-ഉം ഒക്കെ നടപ്പിലാക്കി മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഈ നാട്ടിൽ ജനിച്ചവരാണെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ മരിച്ചു വീഴുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയുടെ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്, ഇസ്ലാമിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഇസ്ലാമിനോടൊപ്പമാണ്. ഇവിടെ ഒരു ആഭ്യന്തര കലഹങ്ങളോ ഏറ്റുമുട്ടലുകളോ അതുപോലെ തന്നെ കൂട്ടക്കൊരുതിയോ ഉണ്ടാകാൻ ഒരാളും ഇടവരരുത്. സഹോദരങ്ങളെ, ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളും മുന്നോട്ട് വരണേ എന്നാണ് ഈ ഈദ്ഗാഹിന്റെ സന്ദേശമായി കൊണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളോടും നമുക്ക് പറയാനുള്ളത്. നമ്മളിങ്ങനെ ഈദ്ഗാഹിലേക്ക് വന്നപ്പോൾ ഈദ്ഗാഹിന്റെ രണ്ട് ഓരങ്ങളിലും നമ്മെ സ്വീകരിക്കുവാൻ മലായിക്കത്തുകൾ ഉണ്ടായിരുന്നു. ഒരു മാസം നിങ്ങളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞു, നിസ്കരിക്കാൻ പറഞ്ഞു, രാത്രി നമസ്കാരം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് സർവമംഗളം, അള്ളാഹുവിന്റെ പ്രതിഫലം സ്വന്തമാക്കുവാൻ ഓടി വരൂ എന്ന് റഹ്മത്തിന്റെ മാലാഖമാർ ഈ ഈദ്ഗാഹിന്റെ രണ്ട് ഓരത്തിൽ നിന്നും നമ്മളെ സ്വാഗതം ചെയ്തെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ആ മലായിക്കത്തുകൾ പറയുകയാണത്രേ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും നിങ്ങൾ കർമ്മങ്ങൾ സ്വീകരിക്കുകയും സ്വർഗം പകരമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, പ്രളയകാലത്ത് നമ്മൾ കാണിച്ചിട്ടുള്ള ഐക്യമില്ലേ, സൗഹാർദ്ദമില്ലേ? അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ എല്ലാ ആളുകൾക്കും കയറിയിരിക്കാനും അധിവസിക്കാനും വീടില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത ആളുകളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോത്തുകല്ലിലെ പള്ളിയിലായിരുന്നു പ്രളയകാലത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി മാറ്റിവെച്ചത്. അള്ളാഹുവിന്റെ ആരാധനകളുടെ സ്ഥാനം പോലും ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും നന്മയേകാനും അതുപോലെ അവരെ ഒന്നായി കാണാനുമുള്ള പ്രചോദനം മാത്രമാണ് ഇസ്ലാം. മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല. കലാപങ്ങളും ഏറ്റുമുട്ടലും രക്തച്ചൊരിച്ചിലും ഇസ്ലാമിന്റെ സമീപനമല്ല. ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാതെ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് പല ആളുകളുടെ നാവിൽ നിന്നും മനസ്സിലാക്കി
മനസ്സിലാക്കി നിങ്ങൾ ഇസ്ലാമിനെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കൂ, വിശ്വാസികളിൽ നിന്ന് മനസ്സിലാക്കൂ. സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നീണ്ട ഒരു മാസ വ്രതത്തിലൂടെ നമ്മൾ നേടിയിട്ടുള്ള ആത്മവിശുദ്ധി നമ്മൾ കളയരുത്. അടുത്ത 11 മാസത്തോളം സഞ്ചരിക്കാനുള്ള ഈമാനിക ഇന്ധനമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ബ്രേക്ക് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വാഹനം അതിന്റെ പാർട്സുകൾ മാറ്റി, അതിന്റെ എല്ലാ തകരാറുകളും മാറ്റി, അത് നമ്മൾ റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കട്ടറുകളും കുഴികളും അതുപോലെ തന്നെ ദുർഘടമായിട്ടുള്ള ബാധയും ഉണ്ടാകുമ്പോൾ പതുക്കെ ഒന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി തന്റെ വാഹനത്തിന്റെ പാർട്സ് കേടുവരാതെ ശ്രദ്ധിക്കുന്ന നമ്മൾ ഈ 11 മാസത്തെ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള ആത്മവിശുദ്ധി നമ്മൾ കളഞ്ഞ് കുളിക്കാതിരിക്കുക. പടച്ചതമ്പുരാന്റെ കോടതിയിലെത്തിയാൽ ഒന്നാമതായി ചോദിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് ബോധവാന്മാരാവുക. പടച്ചതമ്പുരാന്റെ മഹ്ശറയിൽ ഒന്നാമതായി വിചാരണ നടത്തുന്നത് നമസ്കാരമായിരിക്കും. ആ നമസ്കാരം ശരിയായെങ്കിൽ മാത്രമേ മറ്റുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള അടയാളമാണ് നമസ്കാരം. സഹോദരങ്ങളെ, അടുത്ത റമദാൻ വരെ റമദാനു ഇല റമദാനി മുകഫിറാത്തും ബൈനഹുമാ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയം പ്രായശ്ചിത്തമായി അതല്ലെങ്കിൽ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾക്കും നമുക്ക് ഹിദായത്ത് നൽകാൻ കഴിയില്ല. നൂഹ് നബിക്ക് തന്റെ മകനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇബ്രാഹിം നബിക്ക് തന്റെ പിതാവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ആസിയ ബീവിക്ക് തന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. മുഹമ്മദ് നബിക്ക് അബൂ താലിബിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. സഹോദരങ്ങളെ, അവനവൻ അധ്വാനിച്ചുകൊണ്ട് പരലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഹലാലായതിൽ നിന്ന് മാറി നിൽക്കാൻ ഈ നോമ്പ് കൊണ്ട് സാധിച്ചെങ്കിൽ സകല ഹറാമിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അന്യായമായത്, അനർഹമായത്, നമുക്ക് അവകാശമില്ലാത്തത് ഒരിക്കലും നമ്മുടെ സ്വത്തായി നമ്മൾ എടുക്കാൻ പാടില്ല. സ്വാർത്ഥതയും ലോകമാന്യതയും കളഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു കാലം എന്റെ സമൂഹത്തിന് വരാനുണ്ട്. ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്ന പ്രകാരം മുസ്ലിങ്ങൾക്ക് നേരെ കൈനീട്ടുന്ന ഒരു കാലം വരാനുണ്ട്. അതിനുള്ള കാരണം എന്താ? ന്യൂനപക്ഷമല്ല അതിന് കാരണം പ്രവാചകൻ പറയാണ്, ഈ ദുനിയാവിനോട് അമിതമായ സ്നേഹവും മരണത്തെ മറന്നതുമാണ് ഇതിനുള്ള കാരണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ചൂട് കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഹ്സിനാ, അല്ലാഹുമ്മ അഹ്സിനാ, അല്ലാഹുമ്മ അഹ്സിനാ, അല്ലാഹുമ്മ അഹ്സിനാ വൈസ. ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസികൾ ആയതിന്റെ പേരിൽ, അതുപോലെ തന്നെ ഖുർആനിന്റെ അനുയായികളായതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ സഹിക്കുന്ന, മർദ്ദനങ്ങൾ സഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈദ്ഗാഹുകളിൽ പ്രത്യേകമായി പ്രവാചകൻ സദഖകളും ധർമ്മങ്ങളും ചെയ്യാൻ പ്രത്യേകമായി പ്രചോദനം നൽകുമായിരുന്നു. ഇത് കുതുബ കഴിഞ്ഞതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവും പ്രവാചകനും സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകമായി ചെല്ലുകയും പ്രവാചകന്റെ കയ്യിലുള്ള ഷാളുമായി വരികയും ഓരോരുത്തരും ധർമ്മങ്ങൾ ഇടുകയും തന്റെ ആഭരണങ്ങൾ പോലും അതിലേക്ക് അഴിച്ചിട്ടു എന്ന് ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഴുവൻ ആളുകളും തനിക്ക് കഴിയാവുന്ന ഒരു സംഭാവന ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. ഇത് ആരാധനയുടെ ഭാഗമാണ്. അന്നദാനം പോലും ആരാധനയുടെ ഭാഗമാണ്. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ പ്രായശ്ചിത്തമായി നൽകേണ്ടത് അന്നദാനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകണം.
പരിശുദ്ധ റമദാനിൽ നമ്മൾ നോറ്റ നോമ്പുകൾ, നമ്മുടെ ആരാധനകൾ സ്വീകരിച്ചുകൊണ്ട് റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നിട്ടുള്ള അപാകതകളും പോരായ്മകളും പരിഹരിച്ച് ഇരുലോകത്തും സൗഖ്യവും സമാധാനവും ക്ഷേമവും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ഉറ്റവർക്ക്, ഉടയവർക്ക്, നേതാക്കന്മാർക്ക്, നമ്മുടെ മഹലിന് വേണ്ടി വിയർപ്പൊഴുക്കിയ ആളുകൾക്ക് എല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. توفنا مسلما وألحقنا بالصالحين. ربنا أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إنا نسألك الجنة وما قرب إليها من عمل ونية واعتقاد. اللهم إنا نعوذ بك من النار وما قرب إليها من عمل ونية واعتقاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا وتلاوتنا واعتكافنا ومصلانا وصدقاتنا وسائر أعمالنا وتب علينا إنك أنت التواب الرحيم. الله أكبر الله أكبر الله أكبر لا إله إلا الله. الله أكبر الله أكبر ولله الحمد.